ഒരേ ഫണ്ട് ഇന്ത്യൻ റുപ്പിയിലും ഡോളറിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഇന്ന് നമ്മൾ നടത്താൻ പോകുന്നത്. നമ്മൾ പഠിക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചിട്ടാണ്. ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ഇന്ത്യൻ റുപ്പീസിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതേസമയം US ഡോളറിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഫണ്ട് സൈസാണ് ഇന്ത്യൻ മാർക്കറ്റിലെ ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ഫണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ 3389 കോടിയാണ്. അതേസമയം നിങ്ങൾ USD ഡോളറിലേക്ക് വരുന്ന സമയത്ത് ഫണ്ട് സൈസ് 33 മില്യൺ USD ഡോളറാണ്. ഇനി നിങ്ങൾ അടുത്ത നെറ്റ് അസറ്റ് വാല്യൂ എടുക്കുന്ന സമയത്ത് ഇന്നത്തെ ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 381.51 രൂപയാണ്. അതേസമയം ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് 21.67 ഡോളറാണ്. ഇനി നിങ്ങൾ ഫണ്ടിന്റെ ഏജ് നോക്കുകയാണെങ്കിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് മാർക്കറ്റിൽ വന്നിട്ട് ഏകദേശം 1996 28 വർഷത്തോളമായിട്ടുണ്ട് മാർക്കറ്റിൽ വന്നിട്ട്. അതേസമയം US ഡോളർ ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ 2010 വന്നുള്ളത് 15 വർഷം മാത്രമാണ് മാർക്കറ്റിൽ വന്നിട്ടായിട്ടുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്നത് റിസ്ക് ആണ്. റിസ്ക് രണ്ടിൻ്റെതും ഒരു തിമാറ്റിക് ഫണ്ട് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് റിസ്ക് കാറ്റഗറി എന്ന റിസ്ക് അപ്പറ്റൈറ്റ് ഹൈ ആണെന്ന് രണ്ടിലും ഒരേപോലെ തന്നെയാണ്. ഇനി അടുത്തായിട്ട് മിനിമം SIP ചെയ്യാൻ നിങ്ങൾക്ക് ഒരു 100 രൂപ ഉണ്ടെങ്കിൽ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ SIP ചെയ്യാൻ പറ്റും. അതേസമയം ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് പ്ലാറ്റ്ഫോം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലത് $300 അതുപോലെ തന്നെ $1000 വെച്ചിട്ടാണ് മിനിമം SIP നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി എക്സിറ്റ് ലോഡ് ആണ്. എക്സിറ്റ് ലോഡ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് 0.50% ആണ് നിങ്ങൾക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ ടാറ്റ എത്തിക്കൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ലോഡ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നത്. ഇനി ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫീസുകളാണ്. ഫ്രണ്ട് ലോഡായിട്ട് 3%, അതുപോലെ ബാക്ക് ലോഡായിട്ട് 2%, അതുപോലെ തന്നെ മാനേജ്മെന്റ് ഫീസായിട്ട് 1.5%, ഇനി റിഡംഷൻ ഫീസായിട്ട് 2%, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഫീസുകളാണ് വരുന്നത്. കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ മാർക്കറ്റിനേക്കാളും കൂടുതൽ ചാർജ് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിൽ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇനി റിട്ടേൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിട്ടേൺ നിങ്ങൾക്കറിയാം, മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രാഷിലായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് റിട്ടേൺ എല്ലാ മ്യൂച്വൽ ഫണ്ടിനെ പോലെ തന്നെ ടാറ്റ എത്തിക്കൽ ഫണ്ട് വലിയ കാര്യമായിട്ടുള്ള റിട്ടേൺ ഒന്നും കൊടുത്തിട്ടില്ല. 0.44% ആണ് കഴിഞ്ഞ 1 ഇയർ കൊടുത്തിരിക്കുന്ന റിട്ടേൺ. ഇനി കഴിഞ്ഞ 3 വർഷത്തെ റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.34%. ഇനി കഴിഞ്ഞ 5 വർഷത്തെ റിട്ടേൺ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19.83%. ഇനി ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിലേക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിലേക്ക് വരുന്ന സമയത്ത് മൈനസ് റിട്ടേൺ ആണ് കഴിഞ്ഞൊരു 1 ഇയറിൽ, -5% റിട്ടേൺ ആണ് കഴിഞ്ഞൊരു 1 ഇയറിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കഴിഞ്ഞ 3 വർഷത്തെ ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് 7.30%. ഇനി കഴിഞ്ഞ 5 വർഷത്തെ ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് 16.76%. ഇതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ്. ലോങ് ടൈമിലേക്ക് വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂളാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ 1 രൂപ പോലും ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളതാണ്. ഇവിടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് 12.5% ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിന് നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണെന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഡോളർ പോലുള്ള സ്ട്രോങ് കറൻസിയിൽ കിട്ടുന്ന സമയത്ത് ഡോളർ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ റുപ്പീസിന് 3 to 4% ഡിപ്രീസിയേഷൻ ഉണ്ട് ഓൺ ആൻ ആവറേജ്. അതൊന്നും നിങ്ങൾക്ക് ഇവിടെ ബാധിക്കുന്നില്ല എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടിലും ഡോളർ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഗോളിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യാൻ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.